ചേച്ചിന്റെ ഡ്രസ് ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ ഷോപ്പിങ്ങിൻ്റെ കഥയല്ലേ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ബാക്കി കഥ പറഞ്ഞുതരാം കേട്ടോ. ഇന്നലെ 2 പേർക്കും കൂടിയിട്ട് ബാഗ് വാങ്ങി, പിന്നെ സാൻഡൽസ് വാങ്ങി. അവർക്ക് സ്കൂളിലേക്ക് ബ്ലാക്ക് സാൻഡൽസ് തന്നെ വേണം കേട്ടോ, അപ്പോൾ അത് വാങ്ങി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ തക്കുവിന് ഭയങ്കര കാലുവേദനയായിരുന്നു എന്നൊക്കെ, അപ്പോൾ വീട്ടിലിടാൻ വേണ്ടിയിട്ട് 2 പേർക്കും ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈനുവിന് അവിടെ നല്ല പുള്ളികളുള്ള നല്ല ഭംഗിയുണ്ട് കേട്ടോ ബാഗ് കാണാൻ, ഭയങ്കര ഇഷ്ടമായേ. പക്ഷേ കുറച്ച് ചെറുതായിപ്പോയി, വലുത് നോക്കിയിട്ട് കിട്ടിയതുമില്ല. പിന്നെ വേറെ അവൾക്ക് ഇഷ്ടപ്പെട്ടത് വേറെ തന്നെ വാങ്ങിയിട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെന്താ കുറച്ച് ബുക്സ് കൂടി വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഏൽപ്പിച്ച്, ഒരു കുഞ്ഞു കടയാണ്, കാണുമ്പോൾ കുഞ്ഞു കടയാണ്, ഉള്ളിൽ നല്ല ഇതുണ്ട് കേട്ടോ. അപ്പോൾ അയാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് ബുക്സ്, പിന്നെ ബുക്ക് പൊതിയാനുള്ള പേപ്പർ, അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ മൂക്കുകുത്തൽ പരിപാടി കേട്ടോ. അപ്പോൾ സത്യം പറയാലോ, നമ്മൾ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചിട്ടാണ് പോയത്. പക്ഷെ കരയില്ലാതെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് പിന്നെ മൂക്കുത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. എൻ്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ, നല്ല പേടിയുണ്ട്. സത്യം പറയാലോ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആ നമ്മൾ ഗണ്ണ് വെക്കില്ലേ, അപ്പോഴത്തെ ആ ഒരു വേദന മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും 2 പേരും അവരുടെ ബാഗും ചെരുപ്പും ഒക്കെ എടുത്ത് അതിൻ്റെ ഭംഗിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുടയൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അത് പഴയതുണ്ട് കേട്ടോ. അങ്ങനെ വരുന്ന വഴിക്ക് ഏട്ടൻ ഞങ്ങൾക്ക് കുറച്ച് പപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മക്കൾ വിശക്കുന്നു എന്ന് പറഞ്ഞ് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ മഴ ആയതുകൊണ്ട് പിന്നെ ചായക്കടയിലൊന്നും നിർത്തിയില്ല, ഏട്ടൻ വാങ്ങിക്കൊണ്ടുവരിക കേട്ടോ ചെയ്തേ. ഒന്നാമതിപ്പോൾ നല്ല മഴയും കാറ്റും ഒക്കെ അല്ലേ, ഇപ്പോൾ പിന്നെ വേഗം വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള എന്താ പറയുക തിരക്കിലായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഇരുന്ന് കാപ്പി കുടിക്കാൻ നിന്നതാണ്. പക്ഷേ ഏട്ടൻ പറഞ്ഞു ഏട്ടൻ കുളിച്ചിട്ട് കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോയി കുളിക്കാൻ പോയിട്ടോ. പിന്നെ ഞാനും മക്കളും ഇരുന്ന് കഴിച്ചു. പിന്നെ തക്കുവിൻ്റെ പുസ്തകത്തിലൊക്കെ പിന്നെ നെയിം സ്ലിപ്പ് ഒട്ടിക്കണം. നെയിം സ്ലിപ്പ് ഒട്ടിക്കലൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ്, പേരെഴുതി കൊടുക്കലാണ് എൻ്റെ ഡ്യൂട്ടി കേട്ടോ. ഇന്നെങ്കിൽ ഇന്ന് സ്കൂൾ തുറന്നാൽ മതി എന്നായിട്ടുണ്ട് 2 പേർക്കും. സ്കൂൾ തുറന്നാൽ ഇനി പോകാൻ മടിയാവുമോ എന്നറിയില്ല. അവിടെ വെക്കുന്നതായിരിക്കും നല്ലത്. ഏത് വാട്ടർ കളറോ? തക്കടോ, നീ ആ വാട്ടർ കളർ കൊണ്ടുപോയി, എനിക്ക് ആ ഡെപ്പി തന്നാൽ മതി. അല്ല ഇവിടെ ഉണ്ടല്ലോ. ചേച്ചി ഇവിടെ പോയി. ഏട്ടൻ ഇന്നലെ ബാക്കി വന്ന കുറച്ച് നോട്ട് ബുക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പുതിയതാണ് കേട്ടോ. ഇതിപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ ചോറും കറിയും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പിന്നെ ഇന്ന് നേരത്തെ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തോ സ്കാനിങ്ങോ എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനോട് വേഗം പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇന്നിപ്പോൾ വെണ്ടക്ക കറിയും കുറച്ച് മുട്ട പൊരിച്ചതും കേട്ടോ കൊടുത്തു വിട്ടത്. ഉപ്പേരി ആക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല, കാരണം 8 മണിയാകുമ്പോഴേക്കും ഏട്ടന് ഫോൺ വന്നു വേഗം പോകാൻ വേണ്ടിയിട്ട്. നേരത്തെ അറിയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ. അത് പെട്ടെന്ന് രാവിലെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊന്നും ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടൻ പറഞ്ഞു എന്തെങ്കിലും വേണമെങ്കിൽ അവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിക്കോളാം കേട്ടോ. ചോറ് പിന്നെ
വൈകുന്നേരത്തേക്കാ ഉച്ചക്കോ വൈകുന്നേരം പിള്ളോട് ഞാൻ വരില്ലടി. എല്ലാം ആയില്ലേ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് പോലെ രണ്ടാളും കൂടിയാൽ ഭയങ്കര തല്ലായിരിക്കും കേട്ടോ. പക്ഷെ കാണാണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വിഷമമായിരിക്കും. ഇപ്പം പേന എടുക്കാൻ പറഞ്ഞു വിട്ടതിനാണ് ഇപ്പം കച്ചറ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അധികം കത്തിയടിക്കാൻ നിന്നാലേ മക്കൾ ഇവിടെ തല്ലുകൂടും. അതുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.